2024 റോയൽ റംബിളിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും തന്നെ കാത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു റോയൽ റംബിളിന് ഏതാണ്ട് കഷ്ടിച്ച് 2 ആഴ്ച കൂടിയേ ബാക്കിയുള്ളൂ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് 2024 റോയൽ റംബിളിൽ സർപ്രൈസ് റിട്ടേൺ, അതായത് ഒരു ബിഗ് സർപ്രൈസ് റിട്ടേൺ ആകാൻ സാധ്യതയുള്ള 10 സൂപ്പർ സ്റ്റാർസ് ആരൊക്കെയാണെന്നാണ്. ഇതൊരു സ്പെക്കുലേഷൻ ആണ്. കൂടാതെ അവർ നടത്തിയ ടീസുകളും മറ്റ് സോഴ്സിൽ നിന്ന് കിട്ടിയ പല വിവരങ്ങളും വെച്ചാണ് ഈ ഒരു 10 സൂപ്പർ സ്റ്റാർസിനെ നമ്മൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലിസ്റ്റിലെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് ബ്രോക്ക് ലെസ്നർ ആണ്. നമുക്കറിയാം, നമ്മൾ ബീസ്റ്റിനെ അവസാനമായിട്ട് കണ്ട് സമ്മർ സ്ലാമിലാണ്. കോഡ് റോഡ്സിനെതിരെ പരാജയത്തിന് ശേഷം അദ്ദേഹം WWE തിരിച്ചു വന്നിട്ടേ ഇല്ല. പിന്നെ നമ്മളെല്ലാവരും കുറേ നാളുകൊണ്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് റസൽമേനിയ 40 ബ്രോക്ക് ലെസ്നറിന് ഒരു മാച്ച് ഉണ്ടാകുമെന്ന്. എന്തായാലും അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സ്പെക്കുലേഷനൊക്കെ ആയിട്ട് പറഞ്ഞേക്കുന്നത് റോയൽ റംബിളിൽ ബ്രോക്ക് ലെസ്നർ വരുമെന്ന് തന്നെയാണ്. ഇവിടുത്തെ ഡേവ് മെൽസർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം വരാനുള്ള സാധ്യതകൾ, അതായത് റോയൽ റംബിളിൽ വരാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂളാണെന്ന്. സോ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ്, അതായത് ഈ വരുന്ന 2024 റോയൽ റംബിളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ് ബ്രോക്ക് ലെസ്നർ. ഈ ഒരു ലിസ്റ്റിലെ രണ്ടാമത്തെ പേരാണ് ദ പീപ്പിൾസ് സ്റ്റാർ റോക്ക്. 2024 റോയൽ റംബിൾ തന്നെ വിജയിക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് റോക്കിൻ്റേത്. കൂടാതെ റസൽമേനിയ 40 റോക്ക് വേഴ്സസ് റോമൻ റീൻസ് മാച്ച് വരണമെങ്കിൽ റോയൽ റംബിൾ വിജയിച്ച് അദ്ദേഹം മതിയാകുകയുള്ളൂ. സോ റോക്കിൻ്റെ റോയൽ റംബിളിലേക്കുള്ള റിട്ടേൺ വലിയ സാധ്യതകൾ തന്നെയുണ്ട്. ഇനി മൂന്നാമത്തെ വ്യക്തിയാണ് TNA ലെജൻഡ് അബീസ്. അദ്ദേഹം ഒരു TNA ലെജൻഡാണ്. നമ്മൾ കുറേ നാളുകൊണ്ട് അദ്ദേഹത്തെ WWE പ്രതീക്ഷിച്ചിരുന്നു. അതായത് ആ ഒരു സമയത്തൊക്കെ നമ്മൾ അദ്ദേഹത്തെ WWE പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ നമുക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ WWE വർക്ക് ചെയ്യുന്നത്. WWE പ്രൊഡ്യൂസറായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. WWE ബാക്ക് സ്റ്റേജിലാണ് അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എങ്കിൽ പോലും അദ്ദേഹത്തെ ഒരു സെഗ്മെൻറ്റ് നമ്മൾ കണ്ടിരുന്നു. അതായത് AJ സ്റ്റൈൽസിൻ്റെ 2020 നടന്ന ഒരു സെഗ്മെൻറ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ലോങ് ഫ്യൂഡൊക്കെ പോയി അങ്ങനെ രീതിയിലുള്ള മാച്ചുകളൊന്നും ചെയ്യാൻ ഇനിയും പറ്റില്ല, കാരണം അദ്ദേഹം ഏജിലാണ്. എന്തായാലും വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ക്യാമിയോ അപ്പിയറൻസ് റോയൽ റംബിളിൽ നടത്താം. മറ്റൊരു താരമാണ് കോറി ഗ്രേവ്സ്. കോറി ഗ്രേവ്സ് നമുക്കറിയാം NXT റസലറായിരുന്നു, പക്ഷേ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് അദ്ദേഹത്തിൽ ഉണ്ടായത്. അതായത് പെട്ടെന്ന് തന്നെ ഒരു കമൻറ്റേറ്ററായി മാറി. അദ്ദേഹം ഒരു ഫോർമർ NXT ടാഗ് ടീം ചാമ്പ്യനാണ്. ചിലപ്പോൾ ഈ ഒരു ടാഗ് ടീം ചാമ്പ്യൻ്റെ റിട്ടേൺ അല്ലെങ്കിൽ ഇൻട്രി റിട്ടേൺ നമുക്ക് റോയൽ റംബിളിൽ കാണാൻ സാധിച്ചെന്ന് വരാം. കാരണം അദ്ദേഹം തന്നെ ടീസ് ചെയ്തിട്ടുണ്ട് ഒരു വട്ടം കൂടി തനിക്ക് ഇൻട്രിങ്ങിൽ റസൽ ചെയ്യണമെന്ന്. ചിലപ്പോൾ ആ ഒരു വട്ടം എന്ന് പറയുന്നത് ഈ ഒരു റോയൽ റംബിൾ ആയേക്കാം. ഇനി അടുത്ത വ്യക്തിയാണ് AJ Lee. ഈ ഒരു വുമൻസ് റോയൽ റംബിളിൽ ഏറ്റവും വലിയ സർപ്രൈസ് റിട്ടേൺ ആകും എന്ന് നമ്മളെല്ലാവരും പറഞ്ഞു കേൾക്കുന്നൊരു പേരാണ് AJ Leeയുടേത്. നമുക്കറിയാം 2015 ഒരു നെക്ക് ഇഞ്ചുറി കാരണമാണ് AJ Lee WWE വിട്ടു പോകുന്നത്. നെക്ക് ഇഞ്ചുറി എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ നെക്ക് ഇഞ്ചുറി ബാധിച്ചവരായിരുന്നു എഡ്ജ്, ഡാനിയൽ ബ്രൈൻ, അതുപോലെ തന്നെ പേജൊക്കെ. ഇവരൊക്കെ ഇൻട്രിങ്ങിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞു. എന്തായാലും AJ Leeയുടെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് നമുക്കില്ല എങ്കിൽ പോലും വലിയ സാധ്യതകളാണ് AJ Lee ഈ റോയൽ റംബിൾ റിട്ടേൺ ചെയ്യും എന്നുള്ളതിന്. അടുത്ത വ്യക്തിയാണ് എക്സ്പാക്. എക്സ്പാക്കിനെ കുറിച്ച് നമ്മളെല്ലാം കേട്ടൊരു കാര്യമാണ്. അദ്ദേഹം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ. എന്തായാലും അദ്ദേഹം ഇതുവരെ ട്രെയിനിങ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോൾ അതായത് ഒരു 2 മാസമായിട്ട് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ പലരും പറയുന്നത് എക്സ്പാക്ക് റോയൽ റംബിളിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് WWE ഇപ്പോൾ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ട്രിപ്പിൾ എച്ച് ആണ്. ഈ ഒരു ട്രിപ്പിൾ എച്ചിൻ്റെ കട്ട ചങ്കൂടിയാണ് എക്സ്പാക്ക്. സോ വരാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്. ഇനി മറ്റൊരു താരമാണ് ക്രിസ്മസ് ടിസ്. അദ്ദേഹം കുറേ നാൾ കൊണ്ട് ടീസ് ചെയ്യുന്നുണ്ട് അദ്ദേഹം റോയൽ റംബിളിൽ റിട്ടേൺ ചെയ്യുമെന്ന്. അത് ഏതാണ്ട് 2015 റോയൽ റംബിൾ തൊട്ട് അദ്ദേഹം ടീസ് ചെയ്യുകയാണ് അദ്ദേഹം ആ ഒരു റോയൽ റംബിളിലേക്ക് അപ്പിയർ ആകുമെന്ന്. പക്ഷേ ഇതുവരെ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടേ ഇല്ല. എന്തായാലും എല്ലാ പ്രാവശ്യം പോലെ ഇപ്രാവശ്യം അദ്ദേഹം ടീസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഈ ഒരു റോയൽ റംബിൾ റിട്ടേൺ ചെയ്യുമെന്നുള്ളത്. നമുക്കറിയാം ക്രിസ്മസ് ടീസ് അദ്ദേഹത്തിൻ്റെ സമയത്ത് ഏറ്റവും മികച്ച സൂപ്പർ സ്റ്റാറിൽ ഒരാളായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം ഈ ഒരു റോയൽ റംബിൾ റിട്ടേൺ ചെയ്ത് ഒരു ലോങ് റണ്ണൂടെ, അതായത് അതിൻ്റെ ലാസ്റ്റ് ലോങ് റണ്ണൂടെ വേണമെങ്കിൽ WWE നടത്താവുന്നേ ഉള്ളൂ. എപ്പോഴും അദ്ദേഹം വരുമെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ എന്താണ് അദ്ദേഹത്തെ WWE കൊണ്ടുവരാത്തതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി മറ്റൊരു വ്യക്തിയാണ് വേഡ് ബാരറ്റ് അല്ലെങ്കിൽ ബാഡ് ന്യൂസ് ബാരറ്റ്. അദ്ദേഹം ഇപ്പോൾ WWEയുടെ കമൻട്രി ടീമിലാണ് വർക്ക് ചെയ്തത് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ 1 ലാസ്റ്റ് റിട്ടേൺ ഉള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിനോട് എപ്പം ചോദിച്ചാലും, അതായത് WWE ഇൻട്രിങ് റിട്ടേൺ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇല്ലെന്നാണ് എപ്പോഴും പറയുന്നത്. താൻ വരില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലും WWEക്ക് റിട്ടേൺ ചെയ്യുന്നത്. വരുമെന്ന് പറയുന്നവരൊന്നും റിട്ടേൺ ചെയ്യാറേയില്ല. സോ അദ്ദേഹത്തിൻ്റെ റിട്ടേണിന് സാധ്യതകളുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കമൻട്രി ടേബിളിൽ നിന്ന് ഡയറക്റ്റ് ഇൻട്രിങ്ങിലേക്ക് കയറി ഫൈറ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്. ഇനി മറ്റൊരു വ്യക്തിയാണ് സാക്ഷാൽ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ. എന്തായാലും സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ മിക്കവാറും റോയൽ റംബിൾ റിട്ടേൺ ചെയ്യുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കിട്ടുന്നത് കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ പറയുന്ന ഒരു പേരാണ് സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ്റേത്. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന റിട്ടേണും അദ്ദേഹത്തിന് തന്നെയാണ്. ഒരുപക്ഷെ അദ്ദേഹം WWE റോയൽ റംബിൾ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല നല്ല മാച്ച്, അതായത് വമ്പൻ ഡ്രീം മാച്ചൊക്കെ റസൽമേനിയയിൽ വെക്കാൻ സാധിക്കും. അതായത് അദ്ദേഹം റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ റാൻഡി ഓർട്ടൺ വേഴ്സസ് സ്റ്റോൺ കോൾഡ് മാച്ച്, അല്ലെങ്കിൽ അങ്ങനെ പല മാച്ചുകൾ നമുക്ക് വേണമെങ്കിൽ വെക്കാൻ സാധിക്കും. അതിന് പക്ഷേ സ്റ്റോൺ കോൾഡ് റിട്ടേൺ ചെയ്തേ മതിയാകുകയുള്ളൂ. എന്തായാലും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് റോയൽ റംബിൾ റിട്ടേൺ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്. സോ നമുക്ക് 2024 റോയൽ റംബിൾ കണ്ടു തന്നെ അറിയാം. ഈ ഒരു ലിസ്റ്റിലെ അവസാനത്തെ വ്യക്തിയാണ് മാറ്റ് കാർഡോണ അല്ലെങ്കിൽ സാക് റൈഡർ. ഇദ്ദേഹവും ക്രിസ്മസ് ടീസിൻ്റെ കൂടെ തന്നെയാണ്. അതായത് എപ്പോഴും ഇങ്ങനെ ടീസ് ചെയ്യും, പക്ഷേ WWEക്ക് വരില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് തനിക്ക് WWEയുടെ ഭാഗത്ത് നിന്ന് ഒരു കറക്റ്റ് വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഫോൺ കോൾ എത്തിക്കഴിഞ്ഞാൽ താൻ ഉറപ്പായും WWEക്ക് തിരിച്ചു വരും. വെറുതെ അതായത് നേരത്തെ വിട്ടൊരു ജോബറിൻ്റെ കൂട്ടല്ല, കറക്റ്റ് പ്ലാൻസ് എന്നോട് പറയണം എങ്ങനെയായിരിക്കും തന്നെ WWEയുടെ ഭാവി എന്നൊക്കെ.
എന്നാൽ മാത്രം തന്നെ ഡബ്ല്യുഡബ്ല്യുക്ക് റിട്ടേൺ ചെയ്യുമെന്ന് സാക്ക് റൈഡർ പറഞ്ഞിരുന്നു. അതായത് ഒരു ഫോൺ കോളിൻ്റെ ദൂരമേ ഉള്ളൂ തന്നെ ഡബ്ല്യുഡബ്ല്യു റിട്ടേൺ എന്ന് സാക്ക് റൈഡർ പറഞ്ഞിട്ടുണ്ട്. സോ സാക്ക് റൈഡർ അല്ലെങ്കിൽ മാറ്റ് കാർഡോടെയാണ് ഡബ്ല്യുഡബ്ല്യു റോയൽ റംബിൾ, അത് 2024 റോയൽ റംബിൾ റിട്ടേൺ ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരു താരം. സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നു, ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.